ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ട് ഞാൻ ചിയാ സീഡ് കഴിക്കാൻ വേണ്ടി വരുവാണ്. അമ്മ ഓൾറെഡി ചിയാ സീഡ് കുറച്ചെടുത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വായിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് എനിക്കത് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ആഡ് ചെയ്താണ് കുടിക്കുന്നത്. ഓൾറെഡി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും. അതിനുശേഷം എനിക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റിയിൽ വാട്ടർ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാനിത് കഴിക്കുന്നത്. എനിക്കും അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ട് സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ കുടിക്കും. അമ്മയ്ക്ക് രാവിലെ തന്നെ ക്ലാസ് എടുക്കേണ്ടതൊക്കെ കൊണ്ട് അമ്മ നേരത്തെ എഴുന്നേക്കും. ഞാൻ പിന്നെ പതിയെ എണീറ്റ് വരുന്നത്. ഞാൻ വന്നിട്ട് പതിയെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വരും. നേരത്തെ എനിക്ക് കോളേജിൽ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അമ്മ നേരത്തെ എഴുന്നേക്കുമായിരുന്നു. ഇപ്പം അമ്മയ്ക്ക് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കാനൊക്കെ ഇടയ്ക്ക് പറ്റാറുണ്ട് ഞാനിവിടെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു ചിയാ സീഡ്. ഇത് ഓൾറെഡി തീരാറായി, പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് റോ ചിയാ സീഡാണ്. ഇതിന് ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സീഡ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ പാലടയാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. തേങ്ങ ചുരണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ നോക്കിക്കൊണ്ട് പാലട ഉണ്ടാക്കുന്നതുകൊണ്ട് വേറെ ഏതോ ഷേപ്പിലൊക്കെ ആയി. പിന്നെ രണ്ടാമത് ഞാൻ കുറച്ചുകൂടെ മാവ് ഒഴിച്ച് ഷേപ്പ് സെറ്റാക്കി എടുത്തു. പിന്നെ അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി വേറൊരു പാലട കൂടെ കറക്റ്റ് ഷേപ്പിൽ ക്യാമറ ശ്രദ്ധിക്കാതെ നിന്ന് ഉണ്ടാക്കിയതുകൊണ്ട് ആ ഷേപ്പിൽ തന്നെ കിട്ടി. ആദ്യമൊക്കെ ചെറുതുണ്ടാക്കി. പിന്നെ കുറച്ച് നേരം നിന്നപ്പോഴേക്കും നമുക്കറിയാമല്ലോ, കുറച്ച് നേരം നിന്നുമ്പോൾ ബോറടിക്കും. പിന്നെ മാത്രമല്ല, എനിക്കിന്ന് ഡ്രൈവിംഗ് ക്ലാസ്സിനും കൂടെ പോകാനുള്ളത് കൊണ്ട് ഞാൻ സ്പീഡിൽ ലാസ്റ്റ് ഉണ്ടാക്കുന്ന പാലടയൊക്കെ വലുതാക്കാൻ തുടങ്ങി. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അപ്പുറത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു മിക്സും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയേ. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫോൾഡ് ചെയ്തെടുക്കാൻ നേരത്താണെങ്കിലും. കാരണം ഇത് ഫോൾഡ് ചെയ്യുമ്പോഴേക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ക്യാമറയിൽ ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ശ്രദ്ധ കൂടെ വന്നപ്പോഴേക്കും എങ്ങോട്ടുമൊക്കെ പോയി. പിന്നെ എന്തായാലും ഞാനിത് ഫോൾഡ് ചെയ്തെടുത്തു. ഒന്നെങ്കിൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഇടയ്ക്ക് റോൾ ചെയ്താണ് എടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് എടുക്കാറുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകണമായിരുന്നു. അപ്പോൾ റെഡിയായി ഡ്രൈവിംഗ് ക്ലാസ്സിലേക്ക് ഇറങ്ങാൻ നേരത്ത് മഴക്കാറുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മൂമ്മ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞതാണ് കോട്ടൊക്കെ ഇട്ടിട്ട് പോയിക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മഴ പെയ്തിട്ടില്ലല്ലോ അമ്മമ്മ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴയും പെയ്തു. ആകെ കുറേ നനഞ്ഞു. പിന്നെ ഏതായാലും ഡ്രൈവിംഗ് ക്ലാസ്സിലെത്തിയപ്പോഴേക്കും മഴ ചെറുതായിട്ട് കുറഞ്ഞു വന്നാലും മഴ ഇല്ലാതില്ലായിരുന്നു. മഴ ഇത്തിരി കുറഞ്ഞു വന്നപ്പോഴേക്കും എനിക്ക് മുമ്പേ 2 പേര് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആളെയും കൊണ്ട് ചേട്ടൻ വണ്ടി ഓടിപ്പിക്കുവാണ്, എടുപ്പിക്കുവാണ്. ഞാനും എടുക്കാൻ വേണ്ടിയാണ് വന്നത്. 2 വീലർ ലൈസൻസ് ഉണ്ട്, 4 ലൈസൻസ് ഇല്ല. പിന്നെ ഓട്ടോമാറ്റിക് കാറാണെങ്കിൽ കുഴപ്പമില്ല. ഇതിൻ്റെ ഗിയർ മാറ്റുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പിന്നെ ഇത് ചെയ്യാതെ നമുക്ക് ലൈസൻസ് കിട്ടില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും ഉണ്ടായിരുന്ന ആ പയ്യനെ കൊണ്ട് ആ ഡ്രൈവിംഗ് സ്കൂളിലുണ്ടായിരുന്ന ചേട്ടൻ തന്നെ വണ്ടി എടുപ്പിക്കുവാണ്. എൻ്റെ കൂടെ ആ ചേട്ടൻ ഇരിക്കാറില്ല. കാരണം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് തീരാനായി, ഏകദേശം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരും ആദ്യം നമ്മുടെ 1-2 ക്ലാസ്സിൽ മാത്രമേ നമ്മുടെ കൂടെ ഇരുന്ന് പറഞ്ഞു തരുള്ളൂ. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് എടുത്തോണം, അല്ലെങ്കിൽ അവർ നല്ലത് പറഞ്ഞും തരും. അത് നമ്മൾ കേൾക്കുകയും വേണം. അതുകൊണ്ട് കറക്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഏതായാലും ആ പയ്യൻ അതെടുത്ത് കഴിഞ്ഞു. അതിനുശേഷം മറ്റൊരു കുട്ടീനെ കൊണ്ട് എടുപ്പിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ ചേട്ടൻ അതിന് പകരം എന്നോട് വന്ന് കയറിയിട്ട് ഈ കൊച്ചിനെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല, എന്തായാലും ഇത്രയൊക്കെ ആയതല്ലേ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ടാസ്ക്കൊക്കെ കിട്ടാറുണ്ട്. കാരണം നമുക്കൊരു പണി തരാൻ വേണ്ടി അവർ തരുന്നതാണ്. എന്തായാലും കുഴപ്പമില്ല. ഈ കുട്ടിയുടെ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഐശ്വര്യമായിട്ട് പോയി അതിൽ കയറി. പിന്നെ ഏകദേശം ഓടിച്ചു, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയൊക്കെ ഓടിച്ചു നിർത്തി. പിന്നെ അതിനുശേഷം നമുക്ക് രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിൽ സൈനൊക്കെ ചെയ്യണം. സൈൻ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ 7th ക്ലാസ്സായി, 7ാമത്തെ ക്ലാസ്സായി. അപ്പോൾ അതും സൈൻ ചെയ്തൊക്കെ വെച്ചു. ടോട്ടൽ 10 ക്ലാസ്സസാണ് വരുന്നത്. അപ്പോൾ അതിൽ 7 എണ്ണം എന്തായാലും കംപ്ലീറ്റഡ് ആയി. അപ്പോൾ ഇനി രജിസ്റ്ററൊക്കെ വെച്ചിട്ട് നേരെ തിരിച്ചു പോവുകയാണ്. അതിനുവേണ്ടി കാറിൽ നിന്ന് ഇറങ്ങി ഡോറൊക്കെ ക്ലോസ് ചെയ്തു. ഓൾറെഡി കുറച്ച് വെയിലൊക്കെ വന്ന് തുടങ്ങി. ആ മഴയൊക്കെ മാറി, ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഏകദേശം അതെല്ലാം ഉണങ്ങി വരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് വണ്ടി കൊണ്ടുവന്നിട്ടപ്പോഴേക്കും കമ്പിയിലൊന്നും മുട്ടിയില്ലെങ്കിലും ചെറുതായിട്ട് ചരിഞ്ഞാണ് നിന്നത്. അപ്പോൾ ആ ചേട്ടൻ എന്നെയും അവിടെ നിന്നിരുന്ന എല്ലാവരെയും കോമൺ ആയിട്ട്
വരുന്നൊരു മിസ്റ്റേക്കാണ്, ഇത് ശ്രദ്ധിക്കണം എന്നും പറഞ്ഞ് എച്ച് വരച്ച് കാണിച്ചിട്ട് എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നും അവിടെ അറ്റത്തെത്തുമ്പോഴേക്കും കറക്റ്റായിട്ട് വളച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെതായൊരു ക്ലാസ്സൊക്കെ വരച്ചൊക്കെ തന്ന് പഠിപ്പിക്കുവാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. കോട്ട് കുറച്ച് നനഞ്ഞിരിക്കുവാണ്, പിന്നെ എന്തായാലും വണ്ടിയുടെ ഉള്ളിൽ തന്നെ വെച്ചു, വീട്ടിൽ ചെന്നിട്ട് ഉണക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അതെല്ലാം വെച്ചു, വണ്ടിയിൽ കയറി ഹെൽമെറ്റൊക്കെ വെച്ചു. ഇനി ആകെ 3 ക്ലാസ് കൂടെ ഉള്ളൂ, അതോടുകൂടി നമ്മുടെ ക്ലാസ് കഴിയും. മൺഡേ ഡ്രൈവിംഗ് ടെസ്റ്റിനും പോവേണ്ടതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം എന്തായാലും തിരിച്ചു വരുന്ന വഴിക്ക് മഴയില്ല, അങ്ങോട്ട് പോകാൻ നേരത്തായിരുന്നു മഴ. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നതെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. തിരിച്ചു പോരുമ്പോഴാണ് മഴയെങ്കിൽ നമുക്ക് മഴയൊക്കെ കൊണ്ട് ആസ്വദിച്ച് അങ്ങ് പോകുന്നു, വീട്ടിൽ ചെല്ലാൻ നേരത്ത് പിന്നെ ഡ്രസ്സ് അങ്ങ് ചേഞ്ച് ചെയ്താൽ മതിയല്ലോ എന്നാണ്. പക്ഷേ ഇത് അങ്ങോട്ട് പോകുമ്പോഴേക്കും നനഞ്ഞത് ആകെ ഇറിറ്റേറ്റഡായി. പിന്നെ എന്തായാലും വീട്ടിൽ വന്ന് ഫ്രഷായ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, തലയൊക്കെ തോർത്തി. പിന്നെ നമ്മൾ വന്ന് നിൽക്കുമ്പോഴേക്കും നമ്മുടെ മീൻ കൊണ്ടുവരുന്ന ചേട്ടൻ ഫിഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് 2 കൂന്തൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കണവയെന്നും ചിലയിടത്ത് പറയും, നമ്മൾ രണ്ടും പറയും. അപ്പോൾ അങ്ങനെ അത്ര വലുതൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ലാത്ത 2 കൂന്തൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ മാറ്റി വെച്ചിട്ട് എനിക്ക് തന്നതാണ്. കൂടെ മത്തി ഉണ്ടായിരുന്നു, നല്ല വലിയ മത്തിയാണ്, മുട്ടയൊക്കെയുള്ള മത്തിയാണ്. ഈ കൂന്തൽ ഏറ്റവും ഇഷ്ടം എൻ്റെ അനിയത്തിക്കാണ്, പിന്നെ അച്ചു ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ തന്നെ കഴിക്കും. ഇതിനുള്ളിലൊരു ബ്ലാക്ക് ഇങ്ക് പോലൊരു സാധനമുണ്ട്, അപ്പോൾ അത് പൊട്ടുവാണെങ്കിൽ ആകെ ഫുള്ള് അതിലാകും. പിന്നെ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്തെടുക്കാൻ. ഈ ഒരെണ്ണത്തിൻ്റെ അത് ഓൾറെഡി ചെറുതായിട്ട് പൊട്ടി കിടക്കുമായിരുന്നു, അതുകൊണ്ട് അത് കുറച്ച് ലീക്കായി വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാനൊരു മത്തി എടുത്തപ്പോൾ ഒരു ചെറിയ വളവുള്ള മത്തിയൊക്കെ കണ്ടു. പിന്നെ എന്തായാലും ഇത് ക്ലീൻ ചെയ്തെടുത്തു. ആ കൂന്തലിൻ്റെയും പൊട്ടിയതൊക്കെ മാറ്റി നമ്മൾ നല്ല ഫ്രഷായിട്ട് നല്ല വൈറ്റ് ഷെയ്ഡിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കേണ്ട നേരമായി. മത്തിയെ വറുത്തെടുത്തു. മത്തി വറുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കറിയേക്കാളും കൂടുതൽ എനിക്കിഷ്ടം മത്തി വറുത്തതാണ്. പിന്നെ മത്തി വറുത്തതുണ്ട്, മത്തി കറിയുണ്ട്, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. എനിക്ക് മത്തിക്കറി വലിയ ഇഷ്ടമല്ല, വറുത്തതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് മത്തി വറുത്തതും സാമ്പാറും, പിന്നെ ആ കൂന്തലിനെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇങ്ങനെ കൂന്തൽ ഫ്രൈ ഉണ്ട്, ലാസ്റ്റ് അച്ചാറും കൂടി ഇട്ടു. പിന്നെ ചോറ് കഴിച്ചിട്ട് വരട്ടെ. ബൈ.